ശരിക്കും കഥകൾ ഉണ്ടാവുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുകയല്ല, ചിലപ്പോൾ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഈ കഥ ഉണ്ടായെന്ന് പറഞ്ഞാൽ പ്രശാന്ത് ഏട്ടനെ കാരണമാണ് ഈ സിനിമ ഉണ്ടാവുന്നത്, ഈ കഥ ഉണ്ടാവുന്നത്. അതായത് പ്രശാന്ത് ഏട്ടൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു, എടാ ഇപ്പം ലോക്ക്ഡൗൺ ആണ്, ഇത് കഴിയുമ്പോൾ പെട്ടെന്നൊന്നും സിനിമയിലേക്ക് ആർക്കും വർക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ക്യാമറ വെറുതെ ഇരിക്കുകയാണ്, യൂണിറ്റ് വെറുതെ ഇരിക്കുകയാണ്, നമുക്കൊരു പടം ചെയ്താലോ എന്ന് ചോദിക്കുന്നു. 1 or 2 ലൊക്കേഷൻ വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുന്ന എന്നെ നിർബന്ധിക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ആ ലോക്ക്ഡൗണിൽ ഇരുന്നിട്ട് ചിന്തിച്ചുണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ റൂട്ട് നമ്പർ 17 എന്ന ഒരു പേരല്ലാതെ വേറെ യോജിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു റൂട്ടിലൂടെ പോകുന്നവർക്ക് സംഭവിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ വരുന്നത്. അപ്പോൾ ആ റൂട്ടിൻ്റെ പേരാണ് 17 എന്ന് പറയുന്നത്. അപ്പം ആ ടൈറ്റിൽ അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. സോറി, ഞാൻ ഈ റോങ് ടേൺ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എനിക്കിപ്പോൾ പ്രശാന്ത് ഏട്ടനെ പോലെ റിസൾട്ട് തരുന്ന ഒരു ക്യാമറമാനെ ഞാൻ തമിഴിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അവരൊന്നുകിൽ തമിഴിൽ ഏറ്റവും ടോപ്പിലേക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ നമ്മുടെ സമയത്ത് നമുക്ക് കിട്ടില്ല ഒന്ന്. പിന്നെ അവരുടെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ക്രോഡ്സിന് മുകളിലാണ്, അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്കൊരു ക്യാമറമാൻ വേണം. അപ്പോൾ എനിക്ക് പ്രശാന്ത് ഏട്ടനെ പറ്റിയുള്ളൂ. മ്യൂസിക് ഡയറക്ടർ എനിക്ക് AR റഹ്മാനെ വേണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റില്ല. അപ്പോൾ അവിടെ എനിക്ക് ഔസേപ്പ് ബച്ചൻ സാറിനെ പോലൊരു മ്യൂസിക് ഡയറക്ടർ വേണം. റൂട്ട് നമ്പർ 17 എന്ന സിനിമയിലെ ഡയറക്ടറും ക്യാമറമാനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക്. ആദ്യം തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? അഭിനന്ദ, ഞാൻ അഭിലാഷ് ജി ദേവൻ. ഇതെൻ്റെ ആദ്യത്തെ സിനിമയെന്ന് പറയാൻ പറ്റില്ല, 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ പക്ഷേ റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മലയാളത്തിൽ റിലീസായ ആദ്യത്തെ സിനിമയെന്ന് പറയാം. പക്ഷേ മറ്റേത് ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഫസ്റ്റ് പടമുണ്ട്, തായ്നിലം എന്ന പേരിൽ. ഇപ്പോൾ ഇത് റൂട്ട് നമ്പർ 17 2ാമത്തെ തമിഴ് സിനിമയാണ്. ഇത് ഇന്നലെ റിലീസായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുള്ള എല്ലാവരും. എൻ്റെ പേര് പ്രശാന്ത് പ്രണവ്, ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ്. ഇതിനു മുന്നേ അഭിലാഷ് ഞങ്ങൾ ചെയ്ത പടമാണ് തായ്നിലം. ഞങ്ങളൊരേ ടീമായിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ തമിഴിലെ 3ാമത്തെ പടമാണ്, മലയാളത്തിലെ 13ാമത്തെ പടം. അപ്പോൾ ഈ വീണ്ടും നമ്മുടെ ഡയറക്ടറും ക്യാമറമാനും സെയിം വീണ്ടും ആ ഒരു കൂട്ടുകെട്ട് 2ാമത്തെ പടത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത്, ഈ ഒരു സിനിമയിൽ എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നത്? അതായത് ഞാൻ ആദ്യമായിട്ട് ക്യാമറമാനായിട്ട് പ്രശാന്ത് ഏട്ടനെ പരിചയപ്പെടുന്നത് തായ്നിലത്തിലാണ്. തായ്നിലത്തിൻ്റെ ഔട്ട് കാണുമ്പോൾ ക്യാമറമാനായിട്ട് പ്രശാന്ത് ഏട്ടൻ അല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ ഈ ഔട്ട് കിട്ടുമായിരുന്നോ, ഇത്രയും അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു സംശയം എനിക്ക് അന്നേ ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സബ്ജക്റ്റ് തീരുമാനിച്ചപ്പോൾ ഉറപ്പിച്ചത് എനിക്ക് ആദ്യം പ്രശാന്ത് ഏട്ടനെ ക്യാമറമാനായിട്ട് വേണം എന്നുള്ളതാണ്. ക്യാമറമാനായിട്ട് പ്രശാന്ത് ഏട്ടൻ ഇല്ല എങ്കിൽ ഇപ്പോൾ ഞാൻ മൂവ് ചെയ്യില്ലായിരുന്നു, ഒരിക്കലും പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോയില്ലായിരുന്നു. ഉദ്ദേശ പോലെ ഔട്ട്പുട്ട് കിട്ടി എന്ന് തോന്നുന്നു. അത് ഉദ്ദേശ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിമിതികളുണ്ട്, നമ്മളൊരു ബ്രഹ്മാണ്ഡ പടത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അപ്പോൾ ആദ്യത്തത് ശരിക്കും ഒരു ഓഫ് ബീറ്റ് മൂവിയാണ് ഈ തായ്നിലം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റാണ് അതിൻ്റെ അത് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെ എടുക്കണം, ചെറിയ ചിലവിൽ എങ്ങനെ എടുക്കണം എന്നുള്ളൊരു വർക്കൗട്ട്, പിന്നെ സിനിമേൻ്റെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ചെയ്തു, അതിന് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ തന്നെ ആ ടീം അങ്ങ് ഫിക്സായി, സെറ്റായി. അതല്ല അപ്പോൾ ഡയറക്ടർ, അതെ അത് എല്ലാ സിനിമ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്ടറും ക്യാമറമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്ടർ എന്താണോ മനസ്സിൽ കണ്ടത് അതിൻ്റെ ഒരു പടി മുകളിൽ എടുത്ത് കൊടുക്കണം എന്നാണ് എല്ലാ ക്യാമറമാരും ഉദ്ദേശിക്കുക. പക്ഷേ പലപ്പോഴും അങ്ങനെ പല സാഹചര്യങ്ങളോട് പറ്റില്ല. പക്ഷെ ഇതിൽ മാക്സിമം പറ്റിയെന്ന് ഡയറക്ടർ പറയുമ്പോൾ പിന്നെ അത് സെറ്റാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ പടത്തിലും കാണുന്നത്. അപ്പം നമ്മുടെ മൂവിയിൽ ഒരു ടൈറ്റിലാണെങ്കിലും ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് അങ്ങനെ ഒരു ജോണറിലോട്ട് എത്തുന്നത്? ശരിക്കും കഥകൾ ഉണ്ടാവുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുകയല്ല, ചിലപ്പോൾ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഈ കഥ ഉണ്ടായെന്ന് പറഞ്ഞാൽ പ്രശാന്ത് ഏട്ടനെ കാരണമാണ് ഈ സിനിമ ഉണ്ടാവുന്നത്, ഈ കഥ ഉണ്ടാവുന്നത്. അതായത് പ്രശാന്ത് ഏട്ടൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു, എടാ ഇപ്പം ലോക്ക്ഡൗൺ ആണ്, ഇത് കഴിയുമ്പോൾ പെട്ടെന്നൊന്നും സിനിമയിലേക്ക് ആർക്കും വർക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ക്യാമറ വെറുതെ ഇരിക്കുകയാണ്, യൂണിറ്റ് വെറുതെ ഇരിക്കുകയാണ്, നമുക്കൊരു പടം ചെയ്താലോ എന്ന് ചോദിക്കുന്നു. 1 or 2 ലൊക്കേഷൻ വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുന്ന എന്നെ നിർബന്ധിക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ആ ലോക്ക്ഡൗണിൽ ഇരുന്നിട്ട് ചിന്തിച്ചുണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ റൂട്ട് നമ്പർ 17 എന്ന ഒരു പേരല്ലാതെ വേറെ യോജിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു റൂട്ടിൽ
റൂട്ടിലൂടെ പോകുന്നവർക്ക് സംഭവിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ വരുന്നത്. അപ്പോൾ ആ റൂട്ടിൻ്റെ പേരാണ് 17 എന്ന് പറയുന്നത്. അപ്പം ആ ടൈറ്റിൽ അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. അപ്പൊ കഥ കേട്ടപ്പോൾ ആ ഒരു തരത്തില് ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ടിലേക്ക് ക്യാമറയിൽ നമുക്ക് പകർത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയാണ് ലൊക്കേഷൻ? അല്ല, അതിൽ രണ്ട് കാര്യം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ മലയാളത്തിൽ 10-13 പടങ്ങൾ, ഭയങ്കര ഹിറ്റ് പടങ്ങളൊന്നുമല്ല, പക്ഷെ 10 പടം കുഴപ്പമില്ലാത്ത 13 പടം ചെയ്തു. പക്ഷെ അതെല്ലാം ഒരു പ്രത്യേക ജോണറിലുള്ള കഥകളാണ്. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മളങ്ങനെ ഒരു ചർച്ച വന്ന് തന്നെ നമുക്കെപ്പോഴും ഒന്ന് മാറ്റി ചിന്തിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഈ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ചില ക്യാരക്ടർ പോലീസുകാരനെ ജീവിതകാലം മുഴുവൻ പോലീസ് അങ്ങനെ സിനിമയിൽ അങ്ങനെ ചില ശീലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു 1948 എന്ന് പറഞ്ഞ പടമൊക്കെ പറഞ്ഞ കാലഘട്ടത്തിലാണ്. തില്ലങ്കേരി സമരത്ത് 48 കഥയാണ്. അപ്പോൾ അതുപോലത്തെ പിന്നെ അങ്ങനത്തെ പടങ്ങളായി വരുന്നത്. അത് ആ കാലഘട്ടം, മണ്ണെണ്ണ വിളക്ക്, റാന്തല്, അത്തരം സബ്ജക്റ്റ് വരുമ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കണം എന്ന് വെച്ചു. പിന്നെ അങ്ങനെ അതിനുശേഷം മുന്ന, ചങ്ങാതി, അങ്ങനെ കുറേ പടങ്ങൾ വന്നു. ഇത് ഡിഫറൻസ് ആണ്. നമ്മൾ സിനിമാറ്റോഗ്രാഫി ഹൊറർ സൈക്കിക് എന്ന് പറയുമ്പോൾ എപ്പോഴും വിഷ്വലും മ്യൂസിക്കും അതിൻ്റെ എഫക്റ്റാണ് അതിന് മെയിൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു സാധനം ഉണ്ട് തോന്നി. പിന്നെ അഭിലാഷാകുമ്പോൾ അതൊരു ഡയറക്ടർ ക്യാമറമാൻ ബന്ധമല്ല, പ്രൊഡ്യൂസർ അമർ. അപ്പോൾ ഞങ്ങൾ 3 പേരും അതിനകത്ത് ഔസേബിസ്ഥാറും കൂടെ വന്ന് പ്രായം കൊണ്ട്, പക്ഷേ ഞങ്ങളെ കൂടെ ഉള്ളൊരു ടീം പറ്റും. അപ്പോൾ ഞങ്ങൾ അവരെ കൂട്ടിയില്ലെങ്കിലും അവർക്ക് കംപ്ലൈൻറ്റാണ്. ഇപ്പോൾ ഈ സർവൈവൽ മൂവി എന്നൊക്കെ പറയുമ്പോൾ കുറേ ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ ആക്ടേഴ്സിനാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് ഗ്രൂം ചെയ്യണം. ക്യാമറയും ഭയങ്കര അതിലൊരു പാർട്ടാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? പാട്ട് ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് ഒരുപാട് വരുന്നത്. ഒരു ക്യാമറ സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം റിസ്കി തന്നെ. സാറിൻ്റെ സിനിമയിൽ ഇപ്പം ഡേ ഫോർ നൈറ്റ് സീനൊക്കെ വളരെ കുറച്ചായിരിക്കും. ഡേ ഫോർ നൈറ്റ് എപ്പോഴും റിസ്കി സാധനങ്ങളത്. നമ്മളെ സിനിമയിൽ ദൈവം സഹായിച്ചിട്ട് ഡേ ഫോർ നൈറ്റേ ഉള്ളൂ കുറേ സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്ട് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അഭിലാഷ് കഥ എഴുതുമ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതി വെച്ച് മണ്ണിൻ്റെ അടിയിൽ ഒരു കേവിനകത്താണ് സംഭവം നടക്കുന്നത്. അപ്പോൾ കേവിനകത്ത് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പം അത്തരം സോഴ്സിൽ 2-3 ഫൈറ്റ്, കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്ത് നല്ല റിസൾട്ട് എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടാലും നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ്. കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? മിക്കവരും മലയാളീസാണ്, പോരാഞ്ഞിട്ട് ഒരു അപ്കമിങ് ആക്ടേഴ്സാണ്. അപ്പം എങ്ങനെ കാസ്റ്റിങ്ങിലൊക്കെ എത്തിയത്? അല്ല, ഞാൻ മെയിനായിട്ട് ഇതിൽ ഹീറോ ആണ് ആദ്യം ഞാൻ കാസ്റ്റ് ചെയ്തത്. കാരണം ഹീറോയെ സംബന്ധിച്ചിടത്തോളം തമിഴിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ്. ഓൾറെഡി 2006 ഏറ്റവും വലിയ ഹിറ്റ് കൊടുത്ത ഹീറോയാണ്. അതിനുശേഷം പുള്ളി ഈ ബിഗ് ബോസിൽ പോയിട്ട്, ഞാൻ പുള്ളിയെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിൽ തമിഴ് ബിഗ് ബോസിലെ ഏറ്റവും ഇമേജുള്ള ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ടാണ് പുള്ളിയെ കാസ്റ്റ് ചെയ്തത്. പിന്നെ മദൻ സാറിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മലയാളി ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യാനുള്ള, തമിഴ് ഇൻഡസ്ട്രിയിൽ എപ്പോഴും മലയാളി ഹീറോയിൻസിന് വല്ലാത്തൊരു ഇതുണ്ട്, വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീറോയിൻ മലയാളി ആയിക്കോട്ടെ എന്ന്. പിന്നെ ഇതിൽ ഈ മെയിൻ ഇത്ര ക്യാരക്ടറുകൾ കഴിഞ്ഞാൽ ബാക്കി ക്യാരക്ടറുകൾ കുറവാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇതിൽ 50-50% തമിഴും മലയാളം. പിന്നെ ടെക്നീഷ്യൻസ് മലയാളികളാണ് കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ പ്രശാന്ത് ഏട്ടനെ പോലെ റിസൾട്ട് തരുന്ന ഒരു ക്യാമറമാനെ ഞാൻ തമിഴിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അവരൊന്നുകിൽ തമിഴിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ നമ്മളെ സമയത്ത് നമുക്ക് കിട്ടില്ല ഒന്ന്. പിന്നെ അവരുടെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ക്രോഡ്സിന് മുകളിലാണ്. അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്കൊരു ക്യാമറമാൻ വേണം. അപ്പോൾ എനിക്ക് പ്രശാന്ത് ഏട്ടനെ പറ്റിയുള്ളൂ. മ്യൂസിക് ഡയറക്ടർ എനിക്ക് AR റഹ്മാൻ വേണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റില്ല. അപ്പോൾ അവിടെ എനിക്ക് ഔസേപ്പ് ബച്ചൻ സാറിനെ പോലൊരു മ്യൂസിക് ഡയറക്ടർ വേണം. എനിക്ക് അതുപോലെ അഖിലേഷിനെ പോലെ ഒരു എഡിറ്ററെ വേണം. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ പടങ്ങൾ ചെയ്ത ഒരു എഡിറ്റർ വേണം. അത് തമിഴിൽ നിന്ന് ഞാൻ എടുത്താൽ എൻ്റെ പടത്തിൻ്റെ പകുതി ബഡ്ജറ്റ് അതിൽ പോയി. അങ്ങനെ സൗണ്ട് ഡിസൈൻ എനിക്ക് രാജകൃഷ്ണനെ പോലെ ഒരാളിനെ വേണം. ഇത്രയും നാഷണൽ അവാർഡ് വാങ്ങിയ ഇത്രയും ബിഗ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരാളിനെ വേണം. അങ്ങനെ ടെക്നീഷ്യൻസിനെ മലയാളത്തിൽ നിന്ന് എടുക്കേണ്ടി വന്നതാണ്. ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല പരിചയമുള്ള ഒരു കൂട്ടത്തിനെ തന്നെ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഈ സർവൈവൽ മൂവി അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിപ്പം ഹോളിവുഡിൽ തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചൊരു സിനിമയാണ് റോങ് ടേൺ എന്ന് പറഞ്ഞ മൂവി. അപ്പം നമ്മുടെ ഈ റൂട്ട് നമ്പർ 17 റോങ് ടേൺ പോലത്തെ ഒരു മൂവിയാണോ? എവിടെ അറിയാണ്ട് ചെന്നപ്പെട്ട് അവിടെ പോടുന്നത്? സോറി, ഞാൻ ഈ റോങ് ടേൺ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഗുഹയ്ക്കുള്ളിൽ പെട്ടു, നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇതേപോലെ തൊട്ടപ്പുറത്ത് വേറൊരു ഗുഹയുണ്ട്.
അതിനകത്ത് ഒരാളുണ്ടെന്ന് നമ്മൾ ഇതേപോലെ പെട്ട് കിടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നത് അവസാന ഒരു സ്റ്റേജിലാണെന്ന് കരുതുക. ഈ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. അത് ഒരുമിക്കുവോ രക്ഷപ്പെട്ടോ എന്നുള്ളതാണ് ബാക്കിയുള്ള ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് ഈ സിനിമ. ഇപ്പം നമുക്ക് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രി ആണെങ്കിലും തമിഴ് ഇൻഡസ്ട്രി ആണെങ്കിലും ഒരുപാട് ത്രില്ലർ മൂവീസ് തന്നിട്ടുണ്ട്. നല്ല വിഷ്വൽ ക്വാളിറ്റിയിലും അങ്ങനെ ഡയറക്ഷനും എല്ലാത്തും നല്ല ത്രില്ലർ മൂവീസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ജോണറാണ് ത്രില്ലർ മൂവീസ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ കാരണം ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കൂടെ ഒരു 5-6 പേര് വേണം. ഒറ്റയ്ക്ക് പേടിക്കില്ല. രാത്രിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന എന്നാലും കാണും. അതായത് നമ്മൾ ബ്ലാങ്കറ്റ് പുതച്ചിട്ട് എ സിക്കകത്തിരിക്കുന്ന പോലെ ഉള്ള ഒരു പരിപാടി. പിന്നെ ഈ പ്രശാന്ത് ഏട്ടനും ഞാനും തമ്മിലുള്ള എനിക്ക് പ്രശാന്ത് ഏട്ടൻ ഓക്കെ ആണെന്ന് തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയാം. ഫസ്റ്റ് പടത്തിന് വേണ്ടി ഞാനും പ്രശാന്ത് ഏട്ടനും കൂടെ രാമേശ്വരത്തേക്ക് ലൊക്കേഷൻ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്ന അന്നാണ്. അപ്പോൾ പ്രശാന്ത് ഏട്ടനെ കാണുമ്പോൾ 6 അടിക്ക് മുകളിൽ ഹൈറ്റ്. എനിക്ക് ഒന്നാമത് ഹൈറ്റ് ഉള്ളവരെ കാണുമ്പോൾ തന്നെ അസൂയാണ്. കാരണം നമുക്ക് ഹൈറ്റ് ഇല്ലല്ലോ. ഒന്ന്. രണ്ടാമത് ശബ്ദം ഭയങ്കര മുരളി സാറിനെയൊക്കെ പോലുള്ള ഒരു ശബ്ദം. അപ്പോൾ ഈ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് സെറ്റാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യാത്ര പോകുന്നത്. പക്ഷെ പോകുമ്പോൾ ഞങ്ങൾക്ക് ട്രെയിനൊക്കെ മിസ്സായി. ഞങ്ങൾ ഇങ്ങനെ ഒരു ബസ്സിലാണ് പോകുന്നത്. ആ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ അതായത് ഞങ്ങൾ ട്രെയിൻ 4 മണിക്കാണ്. 2:30 മണിക്ക് ഞങ്ങൾ മധുരൈ സ്റ്റേഷനിലെത്തി. പോയി ട്രെയിൻ കണ്ടു. ട്രെയിൻ ഭയങ്കര ഭംഗിയായിട്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രശാന്തേട്ടനോട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് ട്രെയിൻ എടുക്കാറുമ്പോൾ കയറിയാൽ ഇവിടെ നിന്ന് തുടങ്ങുന്ന വണ്ടിയാണല്ലോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. വീണ്ടും അവിടെ ഇരുന്നു. കാരണം ട്രെയിൻ എടുക്കാൻ ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. പിന്നെ ഒരു 15 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 2 ട്രെയിനിൻ്റെ ആൾ ഉള്ളിലുണ്ട്, ഒരു ട്രെയിനിൻ്റെ ആൾ പുറത്താണ്. അപ്പോൾ 4 മണിക്കൂർ മുമ്പേ വന്നിട്ട് ട്രെയിനിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ബസ്സിന് സെയിം ടൈമാണ് പൊക്കോളം പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറുന്നത്. ഈ ബസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ പ്രശാന്തായിട്ട് സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് കയറി. അപ്പോൾ ഫ്രണ്ടിൽ ചെന്ന് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാരാണ്, ഞങ്ങൾ ലൊക്കേഷൻ നോക്കാനാണോ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ സീറ്റൊക്കെ റെഡിയാക്കി തന്നു. എന്നിട്ട് പുള്ളി വണ്ടി ഓടിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയാണ്. എന്നൊക്കെ വന്നിട്ട് ഓടിച്ച് ഇങ്ങനെ സ്പീഡ് കൂട്ടും, ഞങ്ങളെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെ പോവാം. പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ പ്രശാന്തായിട്ട് ഇങ്ങനെ പറയാം, എടാ എൻ്റെ വലിയ ആഗ്രഹമാണ് ഈ പാമ്പൻ പാലം എന്ന് കേട്ടിട്ടേ ഉള്ളത്, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ശരിക്കും ഈ പാമ്പൻ പാലം എവിടെയാണ്? അപ്പോൾ ഡ്രൈവർ വണ്ടി ചവിട്ടിയൊക്കെ നിർത്തി, എടാ പൊട്ടന്മാരെ ഇപ്പോൾ പാമ്പൻ പാലത്തിന് മുകളിലൂടെ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഒരു 100 മീറ്റർ കൂടെ കഴിഞ്ഞ് കഴിയും. GST ഒക്കെ കുറയ്ക്കാനുണ്ട്. അങ്ങനെ അപ്പൊ എനിക്ക് ഉറപ്പിച്ചു ഇത് നമുക്ക് പറ്റിയ ടീമാണ്, എങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ടീമാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. GST ഒരുപാട് കുറയ്ക്കാനുണ്ട്. 80% GST. പിന്നെ കഥ പറയാൻ എടുക്കണം. ഇപ്പൊ എല്ലാ കഥ പറയും. ഇപ്പൊ എൻ്റെ ഇപ്പം നമ്മൾ ഈ 2 പടം കഴിഞ്ഞു. തമിഴിലെ സൂപ്പർ സ്റ്റാർസിനോടൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. അഭിലാഷിന്റെ ഒരു ഗുണം തന്നെ കഥ പറഞ്ഞാൽ ഏത് സൂപ്പർ സ്റ്റാറും ഡേറ്റ് കൊടുക്കും. അങ്ങനെ പറയുന്നത് ഇപ്പൊ ഏതാണ്ട് ഒരു സാമ്പിൾ കണ്ടില്ല. അതാണ്. അപ്പൊ അതൊരു കഥ പറയാൻ വേണ്ടി ഒരു 2% ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യും, കുറച്ചിടും. പക്ഷേ ബാക്കി സത്യം. ഇതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് കുറെ മെമ്മറീസ് ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് എടുത്ത് പറയാന് ഭയങ്കര സ്പെഷ്യൽ മെമ്മറി അല്ലെങ്കിൽ ഭയങ്കര സ്കെയറി ആയിട്ട് എന്തെങ്കിലും മെമ്മറി ഉണ്ട്? ആവശ്യം പോലെ ഉണ്ട്. അതിൽ ഏറ്റവും രസമെന്ന് വെച്ചാൽ ഞങ്ങൾ ലൊക്കേഷനിൽ അവസാന ദിവസം ഷൂട്ട് പോവാണ് സെറ്റിൽ. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ്. വെളുപ്പിന് 4 മണിക്കാണ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് 5 മണിയോടുകൂടി ഷൂട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഹീറോ നമ്മുടെ ജിത്തൻ രമേശ് പറഞ്ഞു, അഭിലാഷ് നമ്മളെ പടത്തിന് വേണ്ടി നമുക്ക് ഉറക്കൊഴിയാം, കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ ആവശ്യമാണല്ലോ. പക്ഷേ ഈ നാട്ടിലുള്ള ആരെന്തിനാണ് ഉറക്കൊഴിയുന്നതെന്ന് ചോദിച്ചു. കാരണം അവിടെ ഒരു 3 പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആ നാട്ടുകാരാണ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇവരെന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ഞാൻ ഈ പ്രശാന്തൻ്റെ അടുത്ത് പറഞ്ഞു, പ്രശാന്തൻ്റെ പടം ഇനി എന്തെങ്കിലും ഇവർ ആരാണെന്ന് അറിയില്ല നമുക്ക്, അവരെ കണ്ടിട്ട് പക്ഷേ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, എന്നാലും ഒരു പേടി, എന്താണ് പ്രശ്നം, ഇനി എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും എടുക്കാൻ വന്നതാണോ അതോ എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ആർട്ട് ഡയറക്ടർ അടുത്ത് ഞങ്ങൾ പറഞ്ഞ് ഒന്ന് സൂക്ഷിച്ചോ അവരെ, കാരണം അവരെന്തിനാണ് വന്നതെന്ന് നമുക്കറിയില്ല, അവർ ഉറക്കൊഴിഞ്ഞ് റിസ്ക് എടുത്തിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ഇവരെ കാണാനില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവരെ കാണാനില്ല.
ആർട്ട് ഡയറക്ടറും ടീമും ഓടി അകത്ത് കയറിയപ്പോൾ ഗുഹയ്ക്കുള്ളിൽ അവരുണ്ട്. പിടിച്ചു അവിടെ കൊണ്ടുവന്നു. എന്താ സംഭവം എന്ന് വെച്ചു. അപ്പോഴാ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവം നടക്കും. അപ്പോൾ ഇവർ ഗൾഫിലാണ്. എല്ലാ വർഷവും ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് ഇവർ നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് ഈ ഉത്സവത്തിന് പങ്കെടുക്കും. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു പറങ്ങാമ്പഴമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചാരായം പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് പോയേക്കുക. ഇതിന്റെ മുകളില് ഞങ്ങളതിന്റെ മുകളിൽ കംപ്ലീറ്റ് കവേർഡ് സെറ്റ് ഇട്ടേക്ക. ഉമ്മാർക്ക് നമ്മൾ പോയാൽ മാത്രമേ സാധനം എടുക്കാൻ പറ്റൂ. ഇതിന്റെ മുകളിൽ നമ്മൾ JCB ഒക്കെ കൊണ്ടുവന്ന് വലിയ കല്ലൊക്കെ എടുത്ത് വെച്ചേക്കുക ഈ ഗുഹയ്ക്കുള്ളിൽ. ഇതിന് അടയാളം വെച്ച സാധനം ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. ഇപ്പൊ അവിടെ ഒരു വഴിയില്ല അവർക്ക്. അവസാനം ഞങ്ങൾക്ക് ഹീറോയ്ക്ക് പാവം തോന്നിട്ട് ഇവർക്ക് ഒരു 5000 രൂപയൊക്കെ കൊടുത്തു, നിങ്ങൾ എവിടെന്നെങ്കിലും സാധനം സംഘടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ. അത് വെറൈറ്റി അനുഭവമായി പോയില്ലേ? അതൊരു സിനിമയ്ക്കുള്ള സാധനം. കാബൂളി ഇങ്ങനെ കുറെ ഇപ്പൊ കഥ എഴുതുമ്പോഴും അങ്ങനെ കഥ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ റിയൽ ലൈഫിൽ നിന്ന് എവിടെ നിങ്ങൾക്ക് ത്രെഡ് എടുത്തിട്ട് എഴുതണം എന്ന് തോന്നിയിട്ടുണ്ട്? ഇപ്പൊ പറഞ്ഞില്ലേ സിനിമയ്ക്കുള്ള സാധനമാണെന്നൊക്കെ. ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ ഒരു 10-12 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ റിയൽ ലൈഫ് തന്നെയാണ്, കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ് ഉള്ളത്. അത് എല്ലാ റൈറ്റേഴ്സും എല്ലാ ക്രിയേറ്റേഴ്സിനും അത് ഉണ്ടാവും. നമ്മളൊരു റിയലിസ്റ്റിക് സ്റ്റോറി വേറെ വരുന്നുണ്ട്, നമ്മളൊരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട്. അത് ഇംഗ്ലീഷാണ്, തമിഴും മലയാളമല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോ ഇതിനു മുന്നേ നിങ്ങളിപ്പോ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമയും അത് കുറച്ചും കൂടി ഒരു ഡ്രാമ ടൈപ്പ് മൂവിയാണല്ലോ. അപ്പൊ അതും ഇത് സർവൈവൽ ടൈപ്പ്. അപ്പൊ രണ്ടിനും എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾ ലൈക്ക് പ്രിപ്പയർ ചെയ്തത്? അതെന്ന് പറയുന്ന അത് ഭയങ്കരമായി ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. കാരണം ഒരു അപ്പൻ്റെയും മകളുടെയും ബന്ധത്തിലൂടെ പോകുന്നതാണ്, അവരുടെ സഹായമായ അവസ്ഥകളിലൂടെ പോകുന്നതാണ്. ഈ സിനിമ അതല്ല. ഇത് ടോട്ടലി ഒരു 2 മണിക്കൂർ, അത് ഒരു സ്ലോ ടൈപ്പ് മൂവിയാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് അതിന് നമുക്ക് മാക്സിമം നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും വിഷ്വൽ ബ്യൂട്ടിയും മ്യൂസിക്കും ഇങ്ങനെയുള്ളതായിരുന്നു. ഇതിനങ്ങനല്ല. ഇത് എല്ലാ ഏരിയയും നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം വെച്ചാൽ 2 മണിക്കൂർ ജനങ്ങളെ പിടിച്ച് സീറ്റിൻ്റെ എൻഡിൽ ഇരുത്തണം. കാരണം ഞങ്ങളെല്ലാവരും നല്ല സിനിമ ആസ്വാദകരാണ്. എനിക്ക് ബോറടിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും, അങ്ങനത്തെ മനുഷ്യനാണ്. അപ്പോൾ അതുപോലെ ഇത് ആർക്കെങ്കിലും ബോറടിച്ച് ആരെങ്കിലും ഇറങ്ങിപ്പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പരാജയമാണ്. അതുണ്ടാവരുത് എന്നുള്ളത് ഞങ്ങളുടെ ക്രൂവിൻ്റെ ടോട്ടലി ഒരു ഇതായിരുന്നു. അതിന് എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ത്രില്ലർ ടൈപ്പ് അല്ലെങ്കിൽ സർവൈവൽ ടൈപ്പ് മൂവീസിനൊക്കെ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ മൂവിക്കും അത് ആ ഒരു ഔട്ട്പുട്ട് തന്നു അല്ലെങ്കിൽ തരാൻ പറ്റി എന്നുള്ള ഉറപ്പ് തോന്നിയിട്ടുണ്ട്. 100% അതാണ്. കാരണം അല്ലേ ഇങ്ങനെ പറയാതാണല്ലേ ഒന്നും പറയാനില്ല. സാറ് പിന്നെ ഇപ്പൊ ന്യൂ ജനറേഷൻ സിനിമകൾക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് ചെയ്യുന്നതിന് മുന്നേ പലരും ചോദിച്ചിരുന്നു നമ്മളോട്. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അങ്ങേരത് പുതിയ പിള്ളേരെക്കാളും ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് അത് റിവ്യൂ വായിച്ചാലേ. അപ്പോൾ തമിഴ്നാട്ടിലെ റിവ്യൂ വായിച്ചാലേ നമ്മൾ യൂട്യൂബിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇന്ന് വരെ ആരും മ്യൂസിക്കിനെ പറ്റി കുറ്റം എന്നല്ല, ഏറ്റവും ടോപ്പ് നിൽക്കുന്ന മ്യൂസിക്കാണ്. മ്യൂസിക്കും പിന്നെ വിഷ്വൽസും ഉണ്ട്. ഡയറക്ഷൻ മാത്രമാണ് ഇത്തിരി പ്രശ്നം. പിന്നെ ഇതിന് ഒരു ഇൻസ്പെക്ടർ ആയിട്ട് ഒരാൾ അഭിനയിക്കുന്നുണ്ട്. ആ പുള്ളി കുറച്ച് പ്രശ്നമാണ്. ഞാൻ പിടിച്ച് ഒരു 2 സീനിൽ നിർത്തിയതാണ്. ഈ അഹങ്കാരം കൂടുമ്പോഴേ നമുക്ക് ഈ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കാൻ തോന്നും. അപ്പൊ ഞാൻ ഇത് 2 സീനിൽ അഭിനയിച്ചേ പറ്റോളം പറഞ്ഞു. ഈ വിറയലുണ്ടായിരുന്നല്ലോ, അതന്നും ഉണ്ടായിരുന്നു. ഒരാള് ഇതുപോലൊരു വിറയലൊന്നുണ്ടായിരുന്നു ആൾക്ക്. ഈ ആക്ടിങ് ഇപ്പൊ ചെയ്തില്ല. അപ്പൊ ആക്ടിങ് ആണോ അതോ ക്യാമറയാണോ ഏറ്റവും കൂടുതൽ പാടായി തോന്നിയത്? ഏറ്റവും കൂടുതൽ പാടല്ല, ജീവിതത്തിൽ ചെയ്യൂലെന്ന് ഉറപ്പിച്ചത് ആക്ടിങ്. നമുക്ക് പറ്റിയ പണിയല്ല അത്. ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ അത് ഇവരെ കൊല്ലം കൂടെ പിടിച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടല്ല ഒരിക്കലും ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന ആളല്ല. അഹങ്കാരം കൂടുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യും. അല്ല, അത് നമ്മൾ ഈ ക്യാമറന്റെ ബാക്കിൽ നിന്നിട്ട് ആർട്ടിസ്റ്റ് 8-10 ടേക്ക് വരുമ്പോൾ അറിയാതെ നമ്മൾ ഫയർ ചെയ്യും, ചിലപ്പോൾ തെറി വിളിക്കും, അതൊക്കെ ഉണ്ടാവും. പരമാവധി ഞാൻ അങ്ങനെ ചെയ്യാത്ത ആളാണ്. എങ്കിൽ പോലും അതിന് മുന്നിൽ വന്നിട്ട് സെക്കൻഡ് ഇരുന്നപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഒത്തിരി പ്രശ്നമുള്ള കേസാണ്.
ഇപ്പോൾ നമ്മൾക്ക് ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മൂവീനെ അവർ നമുക്ക് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഓരോ മൂവി ചെയ്യുമ്പോൾ ക്യാമറ ആംഗിളിൽ പ്രത്യേക എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ എടുക്കാറുണ്ടോ? ഇല്ല, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടൊക്കെ പടം തുടങ്ങുന്നതിന് മുന്നേ സ്ക്രിപ്റ്റൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്വപ്നം കാണും. ഇത് ഇന്ന ലൊക്കേഷനിൽ ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ലൈറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ മോർണിംഗ് ലൈറ്റിൽ യൂസ് ചെയ്യണം, ഈവനിങ് ലൈറ്റിൽ, ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടുവരും. ഷൂട്ടിംഗ് തുടങ്ങി ഇതൊക്കെ പൊളിയും. അതെല്ലാം ക്യാമറമാനിക്ക് അറിയുന്ന കേസാണ്. ഷൂട്ടിംഗ് തുടങ്ങി അതെല്ലാം പൊളിയും. അദ്ദേഹത്തിന് അറിയാം. അവിടെ എത്തുമ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ പോകും, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ വരും, ചില ആൾക്ക് ഇന്ന് രാത്രി പൊളിയും, ചിലപ്പോൾ മഴ പെയ്യും, അതോടുകൂടി നമ്മൾ പൊളിയും. അവന് ഉള്ള സ്ഥലത്ത് എങ്ങനെ ബ്യൂട്ടി ആയിട്ട് ഫ്രെയിം വെക്കുക എന്നുള്ളതാണ് നമ്മൾ റിസ്ക് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്തോ ഒരു സാധനങ്ങൾ, പക്ഷേ ചില സമയത്ത് നമ്മൾ ചിന്തിക്കുക റിസൾട്ട് വരുമ്പോൾ ഇതായിരുന്നു അതിന് കറക്റ്റ് എന്ന് തോന്നും. എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ കിട്ടിപ്പോകുന്നതാണ്. അത് ഉള്ള സ്ഥലത്ത് നല്ല ഫ്രെയിം വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഫ്രെയിം കിട്ടിയിട്ടുണ്ട് ഈ പടത്തിൽ. ഇപ്പം നമ്മൾ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഇറങ്ങണം, തമിഴ് ഇൻഡസ്ട്രിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. അപ്പോൾ ഈ അത് കൂടാണ്ട് നമ്മൾ ചെറിയ ചെറിയ ബഡ്ജറ്റിലും പടങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചെറിയ ബഡ്ജറ്റ് പടങ്ങൾ അംഗീകരിക്കപ്പെടാണ്ട് പോകാറുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തമിഴിലൊരു ഇൻ്റർവ്യൂ, ഇളവരസൻ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, അതായത് നമ്മൾ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് 100 കോടിക്കും 200 കോടിക്കും സിനിമ എടുക്കും, തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ. അപ്പോൾ മലയാളത്തിൽ ഒരു 2 കോടിക്ക് ഒരു സിനിമ വന്നിട്ട് അത് പാൻ ഇന്ത്യ മൊത്തം ഓടും. അത് കണ്ടന്റ് കൊണ്ടാണ്. അതുകൊണ്ട് വലിയ ബഡ്ജറ്റോ ചെറിയ ബഡ്ജറ്റോ എന്നല്ല, കണ്ടന്റ് നല്ലതാണ്, ആൾക്കാർ ബോറടിപ്പിക്കുന്നില്ലെങ്കിൽ ആ സിനിമകളൊക്കെ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സിനിമാ ഫീൽഡിനുള്ളിൽ ഈ റിവ്യൂ പറയുന്നവർ ഇതിൻ്റെ പിന്നിലെ ഒരു കഷ്ടപ്പാടും, 2 ഒരു പടം റിലീസായി മിനിമം ഒരാഴ്ചയോ ഒരു 10 ദിവസമോ കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇത് കാരണം ഈ സിനിമ നിലനിന്നാൽ മാത്രമേ ഈ റിവ്യൂ പറയുന്നവർക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം സിനിമ നാളെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ റിവ്യൂ പറയുന്നവർക്ക് പണിയില്ലാതാവും. അപ്പോൾ അത് അവരും കൂടെ മൈൻഡിൽ വെക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമ്മുടെ മൂവി റൂട്ട് നമ്പർ 17 എന്ന മൂവി റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? ഇത് വലിയ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല, പക്ഷേ ഇത് ബോറടിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞങ്ങളുടെ ചെറിയ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചില്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ബോറടിച്ചാൽ ഉറപ്പായിട്ടും കല്ലെറിഞ്ഞോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ അതിന് ഉത്തരവാദികളാണ്. പ്രശംസ എന്തെങ്കിലും പറയാം? എല്ലാവരും പടം പോയി കാണണം. പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പ്രത്യേക താങ്ക്സ്. കാരണം എപ്പോഴും സിനിമേൻ്റെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും സംവിധായകൻ വരെ വരാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ക്യാമറാമാനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്നെ വിളിച്ചതിനും അഭിപ്രായങ്ങൾ ചോദിച്ചതിനും ഒരുപാട് നന്ദി സ്പെഷ്യലായിട്ട് പറഞ്ഞു. പിന്നെ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാം. പടം ആളുകൾ കാണുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ബെനിഫിറ്റുള്ള എല്ലാ ടെക്നീഷ്യൻസിനും അതിൽ അഭിനയിച്ച എല്ലാവർക്കും എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ എല്ലാവരും പടം കണ്ടിട്ട് വിജയിപ്പിക്കണം. പിന്നെ ഇനിയും വലിയ ഉയർച്ചയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.